നമ്മൾ ഒരു എക്സസൈസ് ഒട്ടും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു 30-35 വയസ്സിന് മേലെയുള്ള ആളാണെങ്കിൽ നമ്മളൊരു കാർഡിയക് ചെക്കപ്പ്, ഒരു ബേസിക് കാർഡിയക് ചെക്കപ്പ് നമ്മൾ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് ഹാർട്ടിന് സ്ട്രെസ് ഉണ്ടാവുകയും രക്തധമനികളിൽ ചിലപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് ഒരു ക്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഫോം ചെയ്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 50 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ 220-50 എന്ന് വെച്ചാൽ 170 വരെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ ഒരു 80% താഴെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ടിന് റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടുതലും കാർഡിയോ എക്സസൈസസ് ചെയ്യാൻ ശ്രമിക്കണം. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദ് തോമസ്, റിനൈ മെഡിസിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റാണ്. നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്കും അതുപോലെ പക്ഷാഘാതം അതുപോലെ തന്നെ ക്ലോട്ടിംഗ് ടെൻഡൻസി കുറയ്ക്കാനായിട്ട് നമുക്ക് സന്തുലിതമായ ആഹാരം അതുപോലെ തന്നെ എക്സസൈസ്, റെഗുലറായിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഗുണകരമായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ആൾക്കാരും എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം എക്സസൈസ് എങ്ങനെ ചെയ്യാം? അപ്പം നമ്മൾ ഒരു എക്സസൈസ് ഒട്ടും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു 30-35 വയസ്സിന് മേലെയുള്ള ആളാണെങ്കിൽ നമ്മളൊരു കാർഡിയക് ചെക്കപ്പ്, ഒരു ബേസിക് കാർഡിയക് ചെക്കപ്പ് നമ്മൾ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. ബേസിക് കാർഡിയക് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നുമില്ല, ഒരു ECG എടുക്കണം, ഒരു എക്കോ കാർഡിയോഗ്രാം, ഹാർട്ടിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം, അതുപോലെ തന്നെ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ്, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നറിയാനായിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം. കാരണം പല പ്രോബ്ലംസും വരുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും. എക്സസൈസ് ചെയ്യുമ്പം വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ഹൃദയമിടിപ്പ് വല്ലാണ്ട് കൂടുന്നു. ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് ഹാർട്ടിന് സ്ട്രെസ് ഉണ്ടാവുകയും രക്തധമനികളിൽ ചിലപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് ഒരു ക്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഫോം ചെയ്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ പെട്ടെന്നുള്ള സഡൻ കാർഡിയക് ഡെത്തൊക്കെ നമുക്ക് വരുന്നത്. അപ്പം ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുവരെ എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു എക്സസൈസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, ഒരു കാർഡിയക് ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. അഥവാ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു ഇയർലി ഒരു ചെക്കപ്പ് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു വൺസ് ഇൻ എൻ ഇയർ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എത്രയാണ് ഒരു ആക്സെപ്റ്റബിൾ ഹാർട്ട് ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 220 മൈനസ് നമ്മുടെ ഏജ്. ഒരു 50 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ 220-50 എന്ന് വെച്ചാൽ 170 വരെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ ഒരു 80% താഴെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 150-160 ഒക്കെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ഒരു 50 ഇയറുള്ള ആൾക്ക് നല്ലതായിരിക്കും എക്സസൈസ്. ആ 150-160 താഴെ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ് 170 മേലെ അല്ലെങ്കിൽ 160 മേലെ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് എക്സസൈസിന് ഇൻറ്റൻസിറ്റി കുറയ്ക്കാം. അല്ലെങ്കിൽ അതുപോലെ വളരെ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടുന്നുണ്ടെങ്കിൽ ഹാർട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നുണ്ടെന്നാണ് അതിൻ്റെ വെപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഹാർട്ട് ചെക്കപ്പ് തീർച്ചയായിട്ടും ചെയ്യണം. രണ്ടാമത്, നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സിംറ്റംസ് വല്ലതും ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെ നടുഭാഗത്തോ എന്തെങ്കിലും ടൈറ്റ്നസ് തോന്നുകയോ അല്ലെങ്കിൽ കൂടുതൽ കിതപ്പ്, നമ്മൾ പണ്ട് ചെയ്തിരുന്ന എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കാർഡിയക് ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. അപ്പം ഹാർട്ട് ബീറ്റാണ് ക്രൂഷ്യൽ. അപ്പോൾ നമുക്ക് പലർക്കറിയാം, നമുക്ക് ഒരുപാട് സ്മാർട്ട് ഡിവൈസസ് അവൈലബിൾ ആണ്. വാച്ചുകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഡിവൈസസ് അവൈലബിൾ ആണ് ഹാർട്ട് ബീറ്റ് നോക്കാനായിട്ട്. അതുപോലെ ഓക്സിജൻ്റെ അളവും പല ഇതും പറഞ്ഞു തരും. പിന്നെ ഹാർട്ട് റേറ്റ് വളരെ ക്രൂഷ്യൽ ഫാക്ടറാണ്. ഹൃദയമിടിപ്പ് വല്ലാണ്ട് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എക്സസൈസ് സമയത്ത് ഹാർട്ട് ബീറ്റ് ഒരു പരിധിയിൽ മേലെ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ ഒരു ഇവൻറ്റ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാർഡിയക് ഇവൻറ്റ്സ് നമ്മൾ ഹാർട്ട് ബീറ്റ് നോക്കി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജിമ്മിൽ പോകുമ്പോഴും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ടിന് റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ
കൂടുതലും കാർഡിയോ എക്സസൈസസ് ചെയ്യാൻ ശ്രമിക്കണം. കൂടുതൽ വെയ്റ്റ് ട്രെയിനിങ്ങിനേക്കാളും കൂടുതൽ ഫോക്കസ് നമ്മൾ കാർഡിയോ എക്സസൈസിന് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു 20s 30s early 40s ഒക്കെ ആണെങ്കിൽ നമുക്ക് വെയ്റ്റ് ട്രെയിനിങ്ങും കുറച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളൊരു 40s കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50s ഒക്കെ ആയി കഴിഞ്ഞാൽ കൂടുതൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 60-70% കാർഡിയോ എക്സസൈസുകൾ ചെയ്യുകയും ബാക്കി ഒരു 20-30% മാത്രമേ നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് മാത്രം നമ്മൾ സമയം കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ട് ഹാർട്ടിന് വലിയ മെച്ചം കിട്ടാനില്ല. അതുകൊണ്ട് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് അല്ലെങ്കിൽ കാർഡിയോ പൾമണറി ഫിറ്റ്നസ് അത് വളരെ ക്രൂഷ്യലാണ്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫിറ്റ്നസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ കൂടുതൽ കാർഡിയോ റിലേറ്റഡ് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാം, പക്ഷേ അതിനൊരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ ഹാർട്ട് ഡിസീസുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാർഡിയോ എക്സസൈസ് കൂടുതൽ ചെയ്തുകൊണ്ട് മറ്റത് കുറച്ച് മാത്രം ചെയ്താൽ മതി. ഒരുപാട് വെയ്റ്റ്സ് അധികം എടുക്കാതെ കൂടുതൽ നമ്പർ ഓഫ് റിപ്പറ്റീഷൻസ് കൂടുതൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഒരുപാട് വെയ്റ്റ്സ് ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് പലപ്പോഴും നമ്മൾ ജിമ്മിൽ അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോകുന്ന സമയത്ത് പല സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അതിനെപ്പറ്റിയൊക്കെ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു ജിംനേഷ്യത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്തായാലും കൂടും. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 1 mg/kg ആണ് ഒരു വ്യക്തി. എന്നുവെച്ചാൽ 60 kg ഉള്ള ഒരാളാണെങ്കിൽ നോർമൽ വ്യക്തിക്ക് 60 ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം വേണ്ടത് നമുക്ക്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഒരു ജിംനേഷ്യത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അളവ് ഒരു 3 to 5 ടൈംസ് നമുക്ക് കൂടുതൽ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഒരു 3 മുതൽ 5 ഇരട്ടിയോളം നമുക്ക് പ്രോട്ടീൻ കൂടുതൽ ആവശ്യം വരും. കാരണം മസിൽ ബിൽഡിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കൂടുതൽ വേണം. അപ്പോൾ നാച്ചുറൽ പ്രോട്ടീൻ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എഗ് വൈറ്റ്സ് കുഴപ്പമില്ല, അതുപോലെ തന്നെ മിൽക്ക് കുഴപ്പമില്ല, അതുപോലെ മീറ്റ്, അതുപോലെ എസ്പെഷ്യലി ചിക്കൻ, റെഡ് മീറ്റ് അല്ല, മറ്റ് ചിക്കൻ അങ്ങനെയുള്ള മീറ്റ്, ഫിഷ് അങ്ങനെയുള്ള എല്ലാം പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ആഹാരപദാർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ സപ്ലിമെൻറ്റ്സും ഉണ്ട്, ലൈക്ക് വേ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സപ്ലിമെൻറ്റ്സും ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള പ്രോട്ടീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് തടസ്സമില്ല എന്നാൽ നിർബന്ധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കമ്പൽസറി അല്ല, പക്ഷേ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് തടസ്സമില്ല. പിന്നെ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കിഡ്നി പ്രോബ്ലം ഉള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നികൾക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മതി. ക്രിയാറ്റിൻ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ക്രിയാറ്റിൻ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നമ്മൾ നല്ലോണം കെയർ എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.